ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ മുഴുവൻ ഞെട്ടിത്തരിച്ച ഒരു ഭീകരമായ കൊലപാതകത്തിനെ കുറിച്ചിട്ടുള്ള കഥയാണ് ഇന്നത്തേത്. നടന്നത് ജമ്മു കാശ്മീരിലാണെങ്കിലും ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു കൊലപാതകമായിരുന്നു. അതൊരു വെറും കൊലപാതകം ആയിരുന്നില്ല, മറിച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവ കഥയാണ്. 8 വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ട്രാജഡിയായിരുന്നു. അവിടെ ശരിക്കും അതിന് പശ്ചാത്തലം ഒരുക്കിയത് ഒരു സാമുദായിക പ്രശ്നം തന്നെ ആയിരുന്നെങ്കിലും ജനം ഒരിക്കലും അതിനെ അങ്ങനെ കണ്ടില്ല. മറിച്ച് ഒരു പിഞ്ചു ബാലികയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെയുള്ള ജനരോഷമായിരുന്നു. ആ ജനരോഷം ഇന്ത്യയിൽ ഒരു അഗ്നി പോലെ കത്തിപ്പടർന്ന സംഭവവുമായിരുന്നു. കുറ്റവാളികളൊക്കെ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ നടന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിങ്ങൾ അറിയണം. പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ എന്നറിയണം. തുടർന്ന് കോടതിയിൽ എങ്ങനെയാണ് ഈ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടതെന്നും നിങ്ങൾ അറിയണം. ഈ സംഭവം നടന്നത് 2018 ജനുവരി 10 ഈ സംഭവം നടന്നത് ആദ്യമേ പറഞ്ഞു ജമ്മു കാശ്മീരിലായിരുന്നു. കഥുവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് നടന്നത്. ആ ഗ്രാമത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനും അയാളുടെ ഭാര്യ നസീമയും അവർക്കൊരു ദത്തുപുത്രി ഉണ്ടായിരുന്നു, ആസിഫയും. ഇവരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ആസിഫ 8 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്. പക്ഷേ അതിസുന്ദരിയാണ് ആ കുട്ടി. 8 വയസ്സാണെങ്കിലും പാകതയും പക്വതയുമുള്ള ഒരു കുട്ടി എന്ന് അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പറയുന്ന ഒരു പിഞ്ചുകുട്ടി. അവൾ എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്നു, പ്രിയപ്പെട്ട പെൺകുട്ടിയായിരുന്നു. ഇവൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഈ കുതിരയുണ്ടായിരുന്നു. അവർക്ക് 2 കുതിരയും 6 ആടുകളും ഉണ്ടായിരുന്നു. ഇതിനെ മേയ്ക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കാട്ട് പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആസിഫയുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഈ ആടുകളും കുതിരയും അവളെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ കണ്ടിരുന്നു. അവൾ തിരിച്ചു. അവർ തമ്മിലുള്ള ഒരു വലിയ ഫ്രണ്ട്ഷിപ്പുണ്ട്. അതവിടെ എല്ലാവർക്കും അറിയാം. അവൾ വരുന്നത് വരെ, സ്കൂൾ വിട്ട് വരുന്നത് വരെ കാത്തു നിൽക്കും ഇവർ. കാരണം അവൾ വന്നിട്ടാണ് ഇവരെയും കൊണ്ട് കാട്ടിൽ മേയാൻ പോകുന്നത്. സ്കൂളില്ലാത്ത ദിവസം ഈ കുതിരകൾക്കും ആടിനും ഒക്കെ വലിയ സന്തോഷമാണ്. കാരണം ആ ദിവസം പൂർണ്ണമായി ആസിഫ അവരോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ജനുവരി 10 2018 എന്ന് ഓർക്കണം. ജനുവരി 10 ആസിഫ പതിവ് പോലെ വൈകുന്നേരം ഈ ആടിനെയും കുതിരയെയും കൊണ്ട് മേയ്ക്കാൻ കാട്ടുപ്രദേശത്തേക്ക് പോയി. കുറേ വൈകുമ്പോൾ അവർ തിരിച്ചു വരും. സന്ധ്യ തുടങ്ങുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഈ ജനുവരി 10 തിരിച്ചു വരുമ്പോൾ ഈ കുതിരയും ആടുകളും മാത്രമാണ് തിരിച്ചെത്തിയത്. കാരണം അവർക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി കൃത്യമായും അവർക്കറിയാം. പതിവായി പോവുകയും വരികയും ചെയ്യുന്നത് കൊണ്ട് ആ വഴികളിലൂടെ വന്ന് വീട്ടിലെത്താനുള്ളതെല്ലാം ഈ മൃഗങ്ങൾക്ക് അറിയാം. പക്ഷെ ആ ദിവസം വരുമ്പോൾ ആസിഫ കൂടെയില്ല. സാധാരണ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ആസിഫ തന്നെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ ഈ ജനുവരി 10 ആസിഫ ഇല്ല. അമ്മ എന്ന് പറയുന്നത് നസീമ എന്നാണ് പേര്. ആ ഉപ്പയുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ മാതാവ് നസീമ അവിടെ നിന്ന് വിളിച്ചു നോക്കി. ആസിഫ ആസിഫ എന്ന് പലവട്ടം വിളിച്ചു. പലവട്ടം വിളിക്കുമ്പോഴൊക്കെ ഈ കുതിരയും ആടുകളും ചെവി കൂർപ്പിച്ച് ആ വിളി കേൾക്കുന്നുണ്ട്. അവരുടെ ലക്ഷണത്തിൽ നിന്ന് തന്നെ എന്തോ ഒരു വല്ലായ്മ ഉണ്ട് എന്ന് നസീമയ്ക്ക് തോന്നി. പതിവില്ലാത്ത വിധം അവരുടെ കാതുകൾ ചലിപ്പിക്കുന്നുണ്ട്, ആടുകളും കുതിരയും. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം തോന്നിയാൽ സാധാരണ മൃഗങ്ങൾ അത് പ്രകടിപ്പിക്കും. അത് മൃഗങ്ങളുമായി അടുത്ത് ഇടപഴകുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും, പ്രത്യേകിച്ച് വളർത്ത മൃഗങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ നസീമയ്ക്ക് അപ്പോൾ തന്നെ എന്തോ ഒരു വല്ലായ്മ നസീമയ്ക്കും തോന്നി. നസീമ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു. ഫോണിൽ വിളിച്ചു പറഞ്ഞു, മോള് വന്നിട്ടില്ല, കുതിരയും ആടും തിരിച്ചെത്തിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വേഗം വരണേ എന്ന് വിളിച്ചു പറഞ്ഞു.
കേൾക്കാത്ത താമസം ഈ മുഹമ്മദ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ കട അടച്ചിട്ട് വീട്ടിലേക്ക് പാഞ്ഞെത്തി. കൂടെ 2-3 സുഹൃത്തുക്കളെ കൂടെ കൂട്ടി. മോളെ കാണാനില്ല. മോള് കാട്ടിലാണ് ഈ കുതിരയെയും ആടിയെയും മേയാൻ കൊണ്ടുപോയത്. സന്ധ്യ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഇല്ലെങ്കിൽ അന്വേഷിച്ച് കുട്ടിയെ കണ്ടുപിടിക്കാൻ മുഹമ്മദ് ധൃതി കൂട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചില കൂട്ടുകാരും കൂടി ഒപ്പം വന്നു. ഇവരെല്ലാവരും കൂടി തൊട്ടടുത്ത കാട്ടുപ്രദേശം, സാധാരണ കുതിരയെയും ആടുകളെയും മേയ്ക്കുന്ന ഈ ആസിഫ ഈ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു. ഒരിടത്തും ആസിഫയില്ല. രാത്രി വൈകി 9 മണി വരെയും അവർ ഈ പരിശോധന തുടർന്നു. പരിസരം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ആസിഫയെ കാണാനില്ല. പിന്നെ പിറ്റേന്ന് വരെയും അവർ കാത്തുനിന്നു. പിറ്റേന്ന് വെളുപ്പിന് തന്നെ വീണ്ടും അന്വേഷണം തുടങ്ങി. പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടും ആസിഫയില്ല. ആസിഫയ്ക്ക് എന്ത് പറ്റി? 8 വയസ്സേ ഉള്ളൂ ആ പിഞ്ചു കുട്ടിക്ക്. എന്ത് പറ്റി എന്ന് അറിയാതെ അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ സ്വാഭാവികമായും കേസ് ഫയൽ ചെയ്യണമല്ലോ. അവർ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവർ എഴുതി കൊടുക്കുകയും ചെയ്തു. ഹീരാനഗർ പോലീസ് സ്റ്റേഷനാണ് ജമ്മു കാശ്മീരിലെ. അവിടത്തേക്ക് സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അവിടുത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പോലീസ് ഈ പരാതി എഴുതി വാങ്ങിയിട്ട് പോലീസ് ഒന്നും അനങ്ങിയില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന ആക്ഷേപവും. അത് വസ്തുതയായിരുന്നു. പോലീസ് അനങ്ങിയില്ല. നിങ്ങൾ പോയി നോക്ക്, കുട്ടി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും എന്ന് വരെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർ മുഹമ്മദിനെയും കൂട്ടുകാരോടും പരിഹാസത്തോടെ പറഞ്ഞത്രേ. 8 വയസ്സുകാരി എങ്ങനെയാണ് ഒരാളിൻ്റെ കൂടെ ഒളിച്ചോടി പോവുക? അത് പറയാനുള്ള മനസാക്ഷി കുത്തു പോലും ഈ പോലീസുകാർക്ക് ഇല്ലാതെ പോയി. എന്തായാലും അവരുടെ 2ാം ദിവസത്തെ അന്വേഷണവും ആരംഭിച്ചിട്ടും ഈ പെൺകുട്ടിയെ ഒരിടത്തും ഇവർക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഈ ജനുവരി 10-ന് മിസ്സിംഗ് ആയ ഈ കുട്ടിയെ 17-ാം തീയതി വരെയും കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കുട്ടിയുടെ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല. അപ്പോൾ കുട്ടി എങ്ങോട്ടാണ് പോയത്? ആർക്കും ഒരു പിടിയില്ല. എന്തു പറ്റി? അപകടം പറ്റിയതാണ്, എന്തെങ്കിലും മറ്റ് വന്യമൃഗങ്ങൾ കടിച്ചതാണെങ്കിൽ, കൊന്നതാണെങ്കിൽ ഡെഡ് ബോഡിയെങ്കിലും അവിടെ കാണണ്ടേ? അതുമില്ല. അപ്പോൾ കുട്ടി എങ്ങോട്ട് പോയി? അങ്ങനെ പോലീസ് ശരിക്കു പറഞ്ഞാൽ വലിയ അന്വേഷണത്തിനൊന്നും ഇറങ്ങി തിരിച്ചില്ല. അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം പോലീസ് നിസ്സംഗത കാണിച്ചു. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ജമ്മു കാശ്മീരിലെ റസാന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദത്തുപുത്രിയാണെങ്കിലും വളരെ വളരെ പ്രിയപ്പെട്ട പെൺകുട്ടിയാണ്. ഈ മുഹമ്മദിനെയും നസീമയെയും സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി. 17-ാം തീയതി ആകുമ്പോൾ ജഗദീഷ് രാജ് എന്ന് പറയുന്ന അവരുടെ ഒരു നൈബർ കാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ജഡം കിടപ്പുണ്ട്, ഞാൻ ഇപ്പൊ കണ്ടു എന്ന് പറയുന്നു. ഈ മുഹമ്മദും നസീമയും അയൽപ്പക്കക്കാരും എല്ലാം അവിടെ ഓടിയെത്തുന്നു. നോക്കുമ്പോൾ അത് ഈ പെൺകുട്ടി തന്നെയാണ്. ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടി കമിഴ്ന്ന് കിടക്കുകയാണ്. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ല. തലയിൽ കല്ലുകൊണ്ട് അടിച്ച് തല പിളർന്നിരിക്കുന്നു. ശരീരം മുഴുവൻ മാന്തി പൊളിച്ച പാടുകളും കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ അറിയാം രക്തം ഒലിപ്പിച്ച് കിടക്കുന്ന ഏറ്റവും പരിതാപകരമായ ഒരു സ്ഥിതിയിലുള്ള ഒരു 8 വയസ്സുകാരിയുടെ ജഡം. എല്ലാവരും അലറി വിളിച്ചുപോയി. ഒരു പെൺകുട്ടിയെ ദാരുണമായി കൊന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ അരിച്ചു പറക്കിയതാണ്. അപ്പോഴൊന്നും അവിടെ ആസിഫയുടെ ജഡം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയോ ഒരിടത്ത് വെച്ച് ആസിഫയെ കൊലപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്ന് വ്യക്തം. നാട്ടുകാരിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ, ഹീരാനഗർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു, വിവരം പറയുന്നു. അപ്പോഴാണ് പോലീസ് സ്ഥലത്ത് വരുന്നത്. അതിനിടയ്ക്ക് അന്വേഷണം നടത്തി എന്ന് വരുത്തി തീർത്തു എന്നുള്ളതല്ലാതെ പോലീസ് ശരിയായ നിലയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നാട്ടുകാർക്കും അറിയാം, മുഹമ്മദിനും അറിയാം. എല്ലാവരും ഓടിക്കൂടി അവിടെ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടു. അത്
പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുകയാണ്. സ്വാഭാവിക നടപടി, ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും ചെയ്യുന്ന നടപടി. അതിനിടയ്ക്ക് ഫോറൻസിക് ലാബുകാർ വന്നു. അവർ ചുറ്റുവട്ടമുള്ള ചില ഈ കയ്യടയാളങ്ങളും മറ്റുമൊക്കെ എടുത്തു. കാരണം അവിടെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള തെളിവുകളും കിട്ടുന്നില്ല. കല്ല് കിട്ടുന്നുണ്ട്. ഒരു കല്ല് തലയിൽ അടിച്ചു പൊട്ടിച്ചതായിട്ടൊരു കല്ല് അടുത്ത് കിടപ്പുണ്ട്. അതിലുള്ള കയ്യടയാളം അവരെടുത്തു. അതിൽ രക്തം പുരണ്ടിട്ടുണ്ട്. ഇതുമായി പോലീസ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പറയുന്നത്. ഈ ഡെഡ് ബോഡി കണ്ടെടുത്ത ദിവസം, അത് ഈ 10-ാം തീയതിയാണ് മരണം നടന്നതെങ്കിലും ഡെഡ് ബോഡി ഈ ആള് കാണുന്നത്, ഈ ജഗദീഷ് രാജ് കാണുന്നത് 17-ാം തീയതിയാണ്. അതിന് തൊട്ട് തലേന്ന് 16-ാം തീയതിയാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഈ പെൺകുട്ടി എവിടെയായിരുന്നു? അതുവരെ ഈ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. കൊന്നുകൊണ്ടിട്ടത് ശരിക്കും 16-ാം തീയതിയാണ്. 17-ാം തീയതിയാണ് ഇയാൾ കാണുന്നത്. കൊലപ്പെടുത്തിയത് 16-ാം തീയതി. പെൺകുട്ടിയെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം അതിനെ മൃഗീയമായി റേപ്പ് ചെയ്ത് പിന്നീട് കൊണ്ടുവന്ന് തലക്കടിച്ചു കൊന്നു എന്നുള്ളതാണ് ബോധ്യപ്പെട്ടത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. മയക്ക് മരുന്നായി ചില ഗുളികകൾ, ചില ടാബ്ലറ്റുകൾ പെൺകുട്ടി കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചവർ, റേപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ നിശ്ചയമായും ഈ മരുന്ന് ഈ പെൺകുട്ടിയിൽ ആദ്യം കഴിപ്പിച്ചു, നിർബന്ധപൂർവമായിരിക്കാം. കഴിപ്പിച്ചതിന് ശേഷം അവരുടെ ഇംഗിതം നടപ്പാക്കി. പിന്നീട് ഈ പെൺകുട്ടിയെ ഈ കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സ്വാഭാവികമായും മെഡിക്കൽ ടീമിന് കഴിഞ്ഞത്. അവരത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ആരിത് ചെയ്തു, എപ്പോൾ ചെയ്തു എന്നുള്ള കാര്യം, എന്തിന് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. റേപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇത് ആരാണ് പ്രതികൾ? എവിടെ നിന്ന് ആണ് ഇവരിത് ചെയ്തിട്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയത്? ഈ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഇതുവരെയായിട്ടും തൃപ്തികരമല്ല എന്ന് മനസ്സിലായ ജനം, 8 വയസ്സുകാരി പെൺകുട്ടിയാണ്, ജാതി മത ഭേദമന്യേ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അവർ നാഷണൽ ഹൈവേ ഉപരോധിക്കുന്നത് വരെ എത്തി. ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം. അത് അവിടുത്തെ മീഡിയാസ് മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയൊരു സംഭവമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഓർക്കണം, BJP ഗവൺമെൻറ് ഭരിക്കുന്ന ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിന് ലോകവ്യാപകമായ ഒരു ശ്രദ്ധയുണ്ടാവും. അവിടെ നടന്നത് ജമ്മു കാശ്മീരിൽ കൂടിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിനകത്ത് റോളുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ പ്രക്ഷോഭം ഏറ്റവും വലിയ ശക്തി ആർജിച്ചപ്പോൾ മുഖ്യമന്ത്രി ആയ മഹ്സിന ഇതിനിടയിൽ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ തന്നെ നിയോഗിച്ചു. പക്ഷെ ഇവിടെ മുസ്ലിം പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഈ മുസ്ലിം പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ആര് എന്ന് അറിയാനുള്ള ഒരു കൗതുകം വ്യാപകമായി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജമ്മു കാശ്മീരിലായതുകൊണ്ട്. അത് ചെയ്തത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണോ? അതിൻ്റെ പിന്നിൽ വേറെ വല്ല സാമുദായിക വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത്. എന്തായാലും ആ അന്വേഷണത്തിൽ അവർ ചില കണ്ടെത്തലുകൾ നടത്തി. അതിൽ ഒന്ന്, ഈ പെൺകുട്ടി ഈ സമയം വരെ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടായത്. അതായത് ഈ പെൺകുട്ടി ഒരു ക്ഷേത്ര വളപ്പിൽ, അവിടുത്തെ ഈ സമീപ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ ഈ പെൺകുട്ടിയെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ആദ്യമായി കണ്ടെത്തിയ ഒരു വിവരം. കാരണം ഈ പെൺകുട്ടിയുടെ മുടിയിഴ ഈ ക്ഷേത്ര വളപ്പിൽ അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകൾ പോലീസിലേക്ക് കിട്ടുന്നത് പല തരത്തിലായിരുന്നു. ഇത് കാരണം ഈ പരിസരത്തൊക്കെ തന്നെ ഈ സമയത്ത് ചില അസാധാരണമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഒരു വ്യക്തി ഈ കാട്ടിലേക്ക് ഈ പെൺകുട്ടി ആട് മേക്കാൻ പോകുന്ന സമയത്ത് ഈ ആട് കാണാതെയായി.
അപ്പോൾ ഈ പെൺകുട്ടി ആ കാട്ടിന് സമീപം, ഈ ആടുകൾ മേഞ്ഞുകൊണ്ടിരുന്നതിന് സമീപമുള്ള ഒരു സ്ത്രീയോട് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ആടുകൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീ ആട് കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്തു. ആ സ്ത്രീ പിന്നീട് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആസിഫ പോയ ആ വഴിയിലൂടെ കയറിപ്പോകുന്നത് അവർ കാണുകയും ചെയ്തു. ആ വ്യക്തി എന്ന് പറയുന്നത് അവിടെയുള്ള ഈ ക്ഷേത്ര പൂജാരിയുടെ, പ്രധാന പൂജാരിയുടെ മരുമകനായിരുന്നു, അനന്തരവനായിരുന്നു. സഞ്ജീറാം എന്നാണ് ആ പൂജാരിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഈ ആസിഫയെ ഫോളോ ചെയ്ത് കാട്ടിനകത്തേക്ക് പോയത്. ഇത് കണ്ട ആ ഈ സ്ത്രീ, അതായത് അവർ വിറക് ശേഖരിക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ധാരണ പോലീസിന് കിട്ടി, ക്രൈംബ്രാഞ്ചിന് കിട്ടി. അവർ ആ പയ്യനെ കസ്റ്റഡിയിലെടുത്തു. ആരെന്ന് ഓർക്കണം, അവിടത്തുള്ള ഒരു പ്രധാന പൂജാരിയുടെ അനന്തരവനാണ്. കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞതോടുകൂടി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങി. അത് അവൻ ഇത് ചെയ്തത് അവൻ്റെ അമ്മാവനായ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന പൂജാരി സഞ്ജീറാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അമ്മാവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തതെന്ന് പോലീസിനോട് ക്രൈംബ്രാഞ്ചിനോട് അവന് ഏറ്റു പറയേണ്ടി വന്നു. എങ്ങനെ ഇത് ചെയ്തു? അവൻ മാത്രമല്ല, അവൻ്റെ കൂട്ടാളിയുണ്ട്, അവൻ്റെ അമ്മാവൻ തന്നെ ഇതിൽ പങ്കെടുത്തു. ബാക്കി പിന്നീട് പറയേണ്ട, ചരിത്രം പറഞ്ഞാൽ നമുക്കെല്ലാം വളരെ ഷോക്കായി തോന്നും എന്നുള്ളതാണ്. എന്തിന് സഞ്ജീറാം ഇത് ചെയ്തു, അതായത് പ്രധാന പൂജാരി എന്തിന് ഇവനോട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിമാണ്. അയാൾ ഇവിടെ ഇപ്പോൾ നല്ലൊരു വ്യാപാരം നടത്തുന്നു. അയാളുടെ വ്യാപാരം വളരെ പുഷ്ടിപ്പെട്ടാൽ അത് ശരിയല്ല. അങ്ങനെ ഒരു മുസൽമാൻ ഇവിടെ ഇപ്പോൾ വളർന്ന് വരണ്ട എന്ന നിലയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അയാളുടെ ദത്തുപുത്രിയെ ആസിഫയെ തന്നെ ഇല്ലാതാക്കിയാൽ അയാൾ ഇവിടം വിട്ട് പൊക്കോളും. ഇതായിരുന്നു ഈ സഞ്ജീറാമിൻ്റെ ഗൂഢബുദ്ധിയിൽ തെളിഞ്ഞ തന്ത്രം. അത് അനന്തരവനെ തന്നെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. അത് പല ദിവസം ഇവർ ഈ ക്ഷേത്രവളപ്പിൽ തന്നെ കൂടി ഇവർ ഇതിനെക്കുറിച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അങ്ങനെ നിയോഗിച്ചപ്പോൾ ഇയാൾ ആ ദിവസം തിരഞ്ഞെടുക്കുകയായിരുന്നു 16-ാം തീയതി. ഈ ദിവസം എന്ത് ചെയ്യണം എന്നും സഞ്ജീറാം ഇയാളെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസിഫയ്യ ഏത് തരത്തിലെങ്കിലും കാട്ടിൽ മേയാൻ, ഈ ആടുകളും കുതിരയുമായി മേയാൻ സ്ഥിരമായി പോകുന്ന വിവരം മനസ്സിലാക്കിയിട്ടാണ് ഈ തന്ത്രം പറഞ്ഞു കൊടുത്തത്. ആസിഫയെ ഫോളോ ചെയ്യുക, കാട്ടിനകത്ത് പോവുക, ആസിഫയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവൾ നിലവിളിക്കുമെങ്കിൽ അവളുടെ വായിൽ തിരികെ കയറ്റാനായി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ചില ടാബ്ലറ്റുകൾ കൂടെ വാങ്ങി കൊടുത്തിരുന്നു. ആ ടാബ്ലറ്റുകൾ വായ്ക്കകത്തിട്ട് പൊത്തിപ്പിടിച്ചാൽ അത് ഉള്ളിലേക്ക് പോയി ബോധരഹിതയാവും. തുടർന്ന് നീ അവളെ റേപ്പ് ചെയ്യണം, എന്നിട്ട് നീ അവളെ കൊല്ലരുത്. ആ പെൺകുട്ടിയെ എടുത്ത് ഇവിടേക്ക് ക്ഷേത്രം വലിയൊരു വളപ്പാണ്, അതിലെ ഒരു മൂലയിലുള്ള സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് സഞ്ജീറാം പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് നീ ഇടണം. അവിടെ മറഞ്ഞു കിടക്കും. കാരണം അവിടെയൊക്കെ ചെറുതും വലുതുമായ മരങ്ങളുണ്ട്. വലിയൊരു കാട് പ്രദേശം പോലെ തോന്നിക്കുന്ന സ്ഥലമാണ്. മറഞ്ഞു കിടക്കും, ആരും അറിയില്ല, കൊണ്ടിങ്ങ് വന്നാൽ മതി എന്നാ സഞ്ജീറാം മരുമകനെ ഉപദേശിച്ചത്. ഈ മരുമകൻ എന്തു ചെയ്തു? കൂട്ടുകാരനായ ഒരു വിശാൽ, പ്രവീൺ കുമാർ ഇവരെല്ലാം കൂടി കൂട്ടി അവരോടൊക്കെ പറഞ്ഞത്, നിങ്ങളും ഞാൻ ക്ഷേത്രവളപ്പിലേക്ക് ഇതിനെ എടുത്തു കൊണ്ടുപോകുമ്പോൾ കൂടെ ഉണ്ടാകണം. അങ്ങനെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ആസിഫയുടെ ഡെഡ് ബോഡി രാത്രി ആരും കാണാതെ ക്ഷേത്രവളപ്പിലേക്ക് മാറ്റിയത്. അത് ഈ കാണാതായ ദിവസം, അതായത് ജനുവരി 10-ാം തീയതി തന്നെ അർദ്ധരാത്രിയോടുകൂടി ഇവർ ഈ ഡെഡ് ബോഡി മാറ്റി ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല, ക്ഷേത്രത്തിൻ്റെ വളപ്പിലാണ് കൊണ്ടുപോയി ഇട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് അമ്മാവനെ വിവരം അറിയിച്ചു. അമ്മാവൻ അവിടെ എത്തുന്നു. ഇവർ രണ്ടുപേരും മാറി മാറി, ആരൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കണം, ഈ അനന്തരവൻ ആയ വ്യക്തിയും അയാളെ കൂട്ടുകാരനും ഈ പെൺകുട്ടിയെ കാട്ടിനകത്ത് വെച്ച് തന്നെ ഉപയോഗിച്ചു. പിന്നീട്
ക്ഷേത്രവളപ്പിൽ കൊണ്ടുവന്നതിന് ശേഷവും ഇവരിത് ആവർത്തിച്ചു. രാത്രിയാണ്, എന്നിട്ടും അവരത് ചെയ്തു. അമ്മാവനും ഇവർ പോയതിനു ശേഷം സജ്ജിറാം എന്ന് പറയുന്ന പ്രധാന പൂജാരിയും ഈ 8 വയസ്സുകാരിയുടെ ഈ ശരീരത്തിൽ അയാളുടേതായ കാമകേളി നടത്തി എന്നുള്ളതാണ്. മൃഗീയമായി അവരത് ചെയ്തു, പക്ഷേ കൊലപ്പെടുത്തിയില്ല. അടുത്ത 3-4 ദിവസങ്ങളിൽ ആ പെൺകുട്ടി ഇവരെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. അതിന് ബോധമുണ്ടാകുമ്പോൾ ഇവർ വീണ്ടും ഈ ടാബ്ലറ്റ്, മയക്കുമരുന്ന് ക്ലോറോഫോം അടങ്ങിയ ഒരു ടാബ്ലറ്റ് വായിൽ തിരികെ കയറ്റും. വീണ്ടും ആ കുട്ടി അബോധാവസ്ഥയിലെത്തും. തുടർന്ന് ആ പെൺകുട്ടിയെ അവർ വീണ്ടും ഉപയോഗിക്കും. അത് തുടർന്നു. ഈ സമയത്ത് ഈ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ വ്യക്തികൾ അവർക്ക് പരിചയമുള്ള ഹീരാനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കാണുന്നു, SHOയെ കാണുകയാണ്. SHOയോട് അവർ വിവരമൊക്കെ പറയുന്നു. സ്വാഭാവികമായും ഒരു നീതിപാലകന് എന്ത് ചെയ്യണം? ഇവരെ കസ്റ്റഡിയിലെടുക്കണം ആ സമയം തന്നെ. പക്ഷേ അവിടെ എല്ലാം ക്ലിക്കായത് എന്താണ്? ഈ സാമുദായികപരമായിട്ടുള്ള താല്പര്യങ്ങളായിരുന്നു. അയാൾ പറഞ്ഞു, ഇനി ഒരു കാരണവശാലും പെൺകുട്ടിയെ ജീവനോടിരിക്കാൻ പാടില്ല, നിങ്ങൾ കൊലപ്പെടുത്തണം. പെൺകുട്ടിയെ കൊലപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് പോലും ഇയാൾ പറഞ്ഞു കൊടുത്തു. കഴുത്തിൽ ഷാള് മുറുക്കി നിങ്ങൾ കൊല്ലുക, ആ പെൺകുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ കൂടി വന്ന് ഒന്ന് സ്ഥലം കാണാം എന്ന് പറഞ്ഞ് ഇയാളും ആ ക്ഷേത്രവളപ്പിലേക്ക് എത്തുകയാണ്. എത്തിക്കഴിഞ്ഞിട്ട് ഇയാളും ഉപയോഗിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഈ കുട്ടിയുടെ ആകെ ഏതാണ്ട് മൃതാവസ്ഥയിൽ എത്തിയ ഒരു 8 വയസ്സുകാരിയുടെ ശരീരം അയാളും ആസ്വദിക്കുകയാണ്. അതിനുശേഷം ഇയാൾ പറഞ്ഞതനുസരിച്ച് ആ ക്ഷേത്ര വളപ്പിലിട്ട് തന്നെ ആ കുട്ടിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയും പിന്നീട് ആ രാത്രി തന്നെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ളവരെല്ലാം അവരുടെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടി. ആ പെൺകുട്ടിയെ ഇല്ലാതാക്കി, നശിപ്പിച്ചു. അങ്ങനെ അവർ മുഴുവൻ ആ റോളുകൾ ഭംഗിയായി ആടിത്തീർത്തു. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ വിവരങ്ങളാണിതെല്ലാം. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരിൽ നിന്നും ഇതിന് അനുസൃതമായ കാര്യങ്ങൾ തന്നെ കണ്ടെത്തുകയുണ്ടായി. പക്ഷേ അവരാണ് ഇതിൻ്റെ പ്രധാന തെളിവുകൾ കണ്ടെത്തിയത്. ഒന്ന്, ആസിഫയുടെ ശരീരത്തിൽ പുരണ്ടിരുന്ന മണ്ണും ക്ഷേത്ര വളപ്പിലെ അവിടെ നിന്നും കളക്ട് ചെയ്ത മണ്ണും ഒന്ന് തന്നെയായിരുന്നു. ആ പെൺകുട്ടിയുടെ മുടി ഇഴകൾ ക്ഷേത്രവളപ്പിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിട്ടിയ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്പേം എവരുടേതൊക്കെ തന്നെയാണെന്നും മനസ്സിലാക്കി. മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ഈ സമയം ഇവരുടെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ സ്ഥലത്തും ഈ ക്ഷേത്രവളപ്പിലും ഈ പർട്ടിക്കുലർ ഡേറ്റ്സിൽ ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി. വളരെ കൃത്യമായ അന്വേഷണം. കാരണം അത് ഇന്ത്യ മുഴുവൻ ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു കൊലപാതകത്തിനെതിരെയുള്ള അന്വേഷണമായിരുന്നു. അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഓരോ വീഴ്ചയും മീഡിയാസ് അതാത് സമയം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഒരു തരത്തിലും ഒരാളും രക്ഷപ്പെടരുത് എന്ന കർശന നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ കാശ്മീർ മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായി. ആ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ കർശനമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക ടീം ഉണ്ടായതും അവരുടെ കൃത്യമായ അന്വേഷണം നടന്നതും എന്നുള്ളതാണ്. ഈ സമുദായം എന്ന് പറയുന്ന ആസിഫ ബാനോ എന്നാണ് ആ പെൺകുട്ടിയുടെ പൂർണ്ണമായ പേര്. ഇവർ ബഗർവാൾ എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിലെ അംഗമാണ്. ഈ മുഹമ്മദും നസീമയും ആസിഫയും ഒക്കെ ആ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമുദായിക പ്രശ്നമായി ജമ്മു കാശ്മീരിൽ വളർന്നു പന്തലിക്കുകയും ചെയ്തു. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രോബ്ലമായി വന്നു എന്നുള്ളതാണ്. ഒരു സമുദായം മറ്റൊരു സമുദായത്തിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം ഇങ്ങനെയാണ് എന്ന് പ്രതിപക്ഷം അവിടെ നിരന്തരമായി പ്രചരിപ്പിക്കുകയും അവർ അതിനുവേണ്ടി സമരമുറകൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനകത്ത് കണ്ടെത്തിയ പ്രതികൾ എന്ന് പറയുന്നത് ഈ സജ്ജിറാം എന്ന് പറയുന്ന ആളാണ് പ്രധാന പൂജാരി. അയാളുടെ മരുമകൻ എന്ന് പറയുന്നത് വിശാൽ ജങ്കോത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. പർവേഷ്
കുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളും ഇതിന് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ദീപക് കജൂറിയ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടുകാരനെയും ഇതിനകത്ത് പ്രതിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ആനന്ദ് ദത്ത എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഇരാനഗർ പോലീസ് സ്റ്റേഷനിൽ ഇയാളും ഈ ഗൂഢാലോചനയിലും കൊലപാതകത്തിലും പങ്കാളിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. മറ്റൊരാൾ തിലക് രാജ് എന്ന് പറയുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിളാണ്. ഈ ഹീരാനഗർ പോലീസ് സ്റ്റേഷനിലെ HC ആണ്. അയാളെയും മറ്റൊരു ഈ സഞ്ജയ് എന്ന് പറയുന്ന പൂജാരിയുടെ മരുമകനായ വിശാൽ ജങ്കോത്രയുടെ കൂട്ടുകാരനായ ഒരു സുധീന്ദ്ര കുമാറിനെയും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ചേർക്കുകയുണ്ടായി. എന്താണ് യഥാർത്ഥ കുറ്റം? പ്രായപൂർത്തിയായ പെൺകുട്ടിയെ മൃഗീയമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. 8 വയസ്സ് പ്രായപൂർത്തിയായിട്ടില്ല. ആ പെൺകുട്ടിയെ ആണ് അവർ ഈഗോയുടെ പേരിൽ, അതൊരു കമ്മ്യൂണൽ ഈഗോ തന്നെയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വെളിപ്പെട്ട വിവരം. അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് പത്താൻകോട്ട് കോടതിയാണ്, ജമ്മു കാശ്മീരിലെ പത്താൻകോട്ട് കോടതിയിലാണ് ഈ കേസ് വന്നത്. ഇതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കേസ് ഏറ്റെടുക്കാൻ പോലും പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തയ്യാറായില്ല. എന്നാൽ അതിനു വേണ്ടി ഈ ലിറ്റിഗേഷൻ്റെ ഭാഗമായി ഈ വാദിഭാഗത്തിനു വേണ്ടി വാദിക്കാൻ പോലും ഒരു അഡ്വക്കേറ്റ് ഇല്ലാതെ പോയി. കാരണം ഇത് സാമുദായിക പ്രശ്നമായി വളർന്നപ്പോൾ ആ നിലയിൽ ഇതിനെ കാണുകയുണ്ടായി. നീതി നിർവഹണ വ്യവസ്ഥയുടെ ഭാഗമായി ആരാണോ വാദി ഇല്ലെങ്കിൽ ആരാണോ പ്രതി അവർക്ക് വേണ്ടി ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അഭിഭാഷകർ പോലും ബഹിഷ്കരിച്ച ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് അതിനെതിരെ ചില വ്യക്തികൾ, ചില അഡ്വക്കേറ്റ്സ് ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിലാണ് ഇത് പിന്നീട് ഈ കോടതിയിൽ തന്നെ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് വിശാൽ ജങ്കോത്രയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞ്, അനന്തരവന് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നു. അതിന് വ്യാജ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കി കോടതിയിൽ. അതെല്ലാം കണ്ടെത്തിക്കൊണ്ടാണ് കോടതി ഇതെല്ലാം നിരാകരിച്ചതിന് ശേഷം ഇത് ശരിക്കും ഈ ഒരു പോക്സോ കേസിൻ്റെ ഭാഗമായി തന്നെ ഈ കോടതി കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയവർ നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടരുതെന്ന് കരുതി തന്നെ കോടതി ഇതിൽ പ്രധാനപ്പെട്ട പ്രതികൾക്കെല്ലാം ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. പോലീസുകാർക്കെല്ലാം 5 വർഷത്തെ ശിക്ഷയാണെങ്കിലും പ്രധാനപ്പെട്ട കക്ഷികളെയൊന്നും കോടതി വെറുതെ വിട്ടില്ല. നിഷ്പക്ഷതയുടെ ഏറ്റവും വലിയ ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ കോടതി ഈ കേസിനെ കാണുകയും ബന്ധപ്പെട്ട പ്രധാന പ്രതികൾക്ക് കൊടുക്കേണ്ട ജീവപര്യന്തം ശിക്ഷ കൊടുക്കുകയും ചെയ്തു. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കുക, ഒരു സമുദായത്തിൻ്റെ അംഗമായതുകൊണ്ട് മാത്രം നിഷ്കാഷണം ചെയ്യാൻ അവർ കണ്ടെത്തിയത് ഒരു 8 വയസ്സുകാരിയെ. ഒരു അമ്മാവനും അയാളുടെ മകനും മരുമകനും കൂട്ടുകാരും പോലീസുകാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ കൂട്ടക്രൈം നടത്തിയത്, കൂട്ട ബലാത്സംഗം നടത്തിയത്. കത്തുവ സംഭവം എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ കത്തിപ്പടർന്ന ഒരു വലിയ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു. 2018 ജാനുവരി 10 നടന്ന ഈ ശ്രമം, അതായത് ഈ ആക്ട്, ഈ ക്രിമിനൽ ആക്ട് പിന്നീട് 1 വർഷത്തിനുള്ളിൽ 2019 തന്നെ ആ ബന്ധപ്പെട്ട പ്രതികൾക്ക് ജീവപര്യന്തം പിന്നെ വിധിക്കാൻ ആയിട്ട് കോടതിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിയമനീതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വിജയമായി തന്നെ കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരം ക്രൈമുകൾ ഇന്ത്യയിൽ ഇനിയും ആവർത്തിക്കാതിരിക്കണേ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഒരു സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് സമുദായത്തിൽ ജനിച്ചവർ ചെയ്യുന്ന പ്രായമല്ല. ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണം എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ജനനം കൊണ്ട് മാത്രമാണ് ഒരാൾ അയാളുടെ ജാതി അല്ലെങ്കിൽ സമുദായം
നിശ്ചയിക്കപ്പെടുന്നത്, സ്വയം നിശ്ചയിക്കപ്പെടുന്നതല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വേണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കത്വ സംഭവം ഉയർത്തിവിട്ട രോഷം ഇന്ത്യയുടെ തന്നെ രോഷമായിരുന്നു. അതിൽ പങ്കുചേർന്നതിൽ ഒരു സമുദായവും മാറി നിന്നില്ല. ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങളും ഈ 8 വയസ്സുകാരി പെൺകുട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങി എന്നുള്ളതാണ്. അത് നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന മാനവീയതയുടെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായി ശേഷിക്കുക തന്നെ ചെയ്യും.